ഹായ്, നമസ്കാരം. നമ്മൾ ജീവിക്കുന്നത് ശ്രദ്ധ പെട്ടെന്ന് മാറിപ്പോകുന്ന ഒരു ലോകത്താണ്. നമ്മളിൽ നിന്ന് വളരെ വേഗം കവർന്നെടുക്കാൻ പറ്റുന്നതും നമ്മുടെ കോൺസെൻട്രേഷൻ ആണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ചെറിയൊരു മൊബൈൽ നോട്ടിഫിക്കേഷൻ മതി നമ്മുടെ ശ്രദ്ധയൊന്ന് മാറിപ്പോകാനായിട്ട്. കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ നേടാനായിട്ട്. പക്ഷെ ലാസ്റ്റ് നോക്കുമ്പോൾ ചെയ്ത കാര്യവും ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അതിന്റെ ഫലവും നെഗറ്റീവ് ആയിരിക്കും. സങ്കടവും നിരാശയും മാനസിക വിഷമവും ഒക്കെ ആയിരിക്കും അതിന്റെ ലാസ്റ്റ് ഉണ്ടാകുന്നത്. ഓട്ടയുള്ള ഒരു ബക്കറ്റില് വെള്ളം കോരുന്ന അവസ്ഥ. പലർക്കും ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം അല്ലെ? അപ്പോ നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ ശ്രദ്ധയോടെ കോൺസെൻട്രേഷന്റെ ആ ഒരു സമയം കൂട്ടിക്കൊണ്ട് നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതിനൊരു മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യുന്ന വർക്കുകൾ രണ്ട് തരത്തിലുണ്ട്. ഷാലോ വർക്കും ഡീപ്പ് വർക്കും. ഷാലോ വർക്ക് എന്ന് പറഞ്ഞാൽ അധികം ഫോക്കസ് ചെയ്യാതെ തിങ്കിങ് അധികം ചെയ്യാതെ ചെയ്യുന്ന കാര്യങ്ങൾ. അതായത് റുട്ടീനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള്, ഇമെയിലിന് ആൻസർ ചെയ്യുന്നത്, മൊബൈലില് വീഡിയോസ് കാണുന്നത്, ഇതെല്ലാം ഷാലോ വർക്കിൽ ഉൾപ്പെടും. ഇനി അതുപോലെ തന്നെ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ റുട്ടീനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഷാലോ വർക്കിൽ വരും. ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ചെയ്തുകൊണ്ട് തിങ്കിങ് കപ്പാസിറ്റി യൂസ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അതിന്റെ ഫലവും വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. ഈ ഒരു ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് കമ്പ്യൂട്ടർ സയൻസ് പ്രൊഫസർ ആയിട്ടുള്ള കാൾ ന്യൂപോർട്ട് ആണ്. അദ്ദേഹം പറയുന്നത് കഠിനമായ കാര്യങ്ങൾ ലളിതമായിട്ട് ഫോക്കസ് ചെയ്ത് അതിനെ തിങ്ക് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ആശയത്തില് പറയുന്നത്. ഇതിന് ഒരു മെത്തേഡ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഒരു സമയം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. എവരി പേഴ്സൺ ഈസ് യുണീക് അല്ലെ? അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിക്കും അവർക്ക് അധികമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്ന സമയവും ഡിഫറെന്റ് ആയിരിക്കും. ചിലർക്ക് ഏർലി മോർണിംഗിലായിരിക്കും, ചിലർക്ക് ലേറ്റ് നൈറ്റ് ആയിരിക്കും, ചിലർക്ക് ആ ഡേയിൽ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും. അപ്പോ ചില കുട്ടികളെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് ചില കുട്ടികൾക്ക് വളരെ ഏർലി മോർണിംഗിൽ ഇരുന്ന് പഠിക്കുമ്പോഴാണ് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോ പല വ്യക്തികൾക്കും അവരുടെ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്ന സമയം ഡിഫറെന്റ് ആണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ആ ഒരു സമയം ഡെയിലി ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമതായിട്ടുള്ള ഒരു കാര്യമാണ് പ്ലേസ് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് പഠനമാകട്ടെ, ഓഫീസ് വർക്ക് ആവട്ടെ, എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിന് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് നമ്മൾ നിശ്ചയിക്കുക. വീട്ടില് ആ ഒരു പ്ലേസ് അതിനുവേണ്ടി ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ആ പ്ലേസിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഐഡന്റിഫൈ ചെയ്യും, ഓക്കെ ഇതൊരു കാര്യം ചെയ്യാനാണ് നമ്മൾ പോകുന്നത് എന്നത്. അപ്പൊ ബ്രെയിൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുകയില്ല. നമ്മൾ കൂടുതൽ അതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ടും പറ്റും. ആ ഒരു പ്ലേസ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റിവെക്കണം. ഫോർ എക്സാമ്പിൾ മൊബൈലാണ് നമുക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ സൈലന്റ് ചെയ്ത് അല്ലെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു റൂമിൽ കൊണ്ടുവെക്കുക. ഇനി ചിലപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മളെ വിളിക്കാം, അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവും. അപ്പൊ ഫാമിലി മെമ്പേഴ്സിനോട് നമ്മൾ പറയുക, ഇത്ര സമയം ഞാൻ ഇനി ഒരു കാര്യത്തിന് പോവുകയാണ്, അതുകൊണ്ട് ഇനി ഡിസ്റ്റർബ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ ഒരു പ്ലേസ് നമ്മൾ നിശ്ചയിക്കുന്നു. ഇനി ഈ പ്ലേസിൽ വെക്കേണ്ടത് ഇതിനു വേണ്ടി മാത്രമുള്ള കാര്യങ്ങൾ ആയിരിക്കണം. അതിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊന്നും വെക്കാതെ നമുക്ക് വേണ്ടി ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടുന്ന എന്താണോ അത് മാത്രം. ഫോർ എക്സാമ്പിൾ പഠിക്കാനാണെങ്കിൽ പഠിക്കുന്ന ഏത് സബ്ജക്റ്റ് ആണോ അതുപോലെ തന്നെ അതിന് വേണ്ടുന്ന പുസ്തകങ്ങൾ എന്തൊക്കെയാണ് അത് മാത്രമായിരിക്കണം ആ ഒരു റൂമിൽ ഉണ്ടായിരിക്കുക, ആ ഒരു പ്ലേസിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇനി ഇത് ചെയ്തതിന് ശേഷം നമ്മൾ നിശ്ചയിക്കേണ്ടത് ചെയ്യേണ്ട കാര്യം അർജന്റ്, നോൺ അർജന്റ്. അതായത് ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാകും, നാളത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇന്ന് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി വേറൊരു കാര്യമാണ് ആക്ഷൻ. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആക്ഷനിലേക്ക് പോവുകയാണ്. അപ്പൊ ചെയ്യുന്ന സമയത്ത് സന്തോഷത്തോടെ ആ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള ഡോപ്പമിൻ, നോറെപ്പിനെഫ്രിൻ ഇത് രണ്ടും ഉത്പാദിപ്പിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അത് നമ്മൾ വളരെ ഇൻട്രസ്റ്റോടെ ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് കുറയുന്നതിനനുസരിച്ച് ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ അളവിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ പെട്ടെന്ന് മടുത്തു പോകുന്നതൊക്കെ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ എൻഡോർഫിൻസ് ഉത്പാദിപ്പിക്കപ്പെടുകയും അത് നമ്മുടെ മൂഡിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുകയും ചെയ്യും. അപ്പൊ ആ ഒരു ഇക്വിലിബ്രിയത്തിൽ അങ്ങനെ ആ കാര്യം ചെയ്തുകൊണ്ട് നമുക്ക് കുറേ സമയം പോകാനായിട്ട് പറ്റും. അതിനാണ് ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഡിസ്ട്രാക്ഷൻസ് എല്ലാം ഒഴിവാക്കുന്നതും
ഫോക്കസിന്റെ ഇമ്പോർട്ടൻസും ഇവിടെയാണ് വരുന്നത്. അപ്പോ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു കാര്യത്തിന്റെ ഇഫക്റ്റും വളരെ പോസിറ്റീവ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടും തോന്നും. ഇനി ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് റെസ്റ്റും. അപ്പോ ഇടയ്ക്ക് ഒരു ചെറിയ ഉറക്കം, റിലാക്സ് ആയിട്ട് ബോഡി റിലാക്സ് ചെയ്ത് വെറുതെ ഇരിക്കുക, ഇതൊക്കെ ബോഡിയെ റിഫ്രഷ് ചെയ്ത് വീണ്ടും എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഈ ഒരു ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ അത് ആദ്യം ഒരു 20 മിനിറ്റ്സ് വളരെ കുറച്ച് സമയത്ത് ആദ്യം ചെയ്ത് ശീലിച്ച് ഡേ ബൈ ഡേ അതിന്റെ ടൈം ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരിക. അതിന്റെ ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്ത് അങ്ങനെയാണ് നമുക്കൊരു ഡീപ്പ് വർക്ക് കൂടുതൽ ടൈമിലേക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യം നല്ല എഫക്റ്റീവ് ആയിട്ട് ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ഇതേ രീതിയിൽ പോയാൽ ഇഫക്റ്റീവ് ആയിട്ട് മെന്റലി ഹാപ്പി ആയിട്ട് ആ കാര്യം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. താങ്ക് യു.